നന്നായി കളിക്കുന്ന യുവതാരങ്ങൾ അപ്രതീക്ഷിതമായി ക്ലബ്ബ് വിടുമ്പോൾ ആരാധകർ നിരാശരാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അത് വലിയ കാര്യമായി എടുക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ക്ലബ്ബ് വിട്ടു പോകുന്നവർക്ക് പകരക്കാരെ കണ്ടെത്താൻ തങ്ങളുടെ അക്കാദമി തന്നെ ധാരാളമാണെന്ന കോൺഫിഡൻസോ അഹങ്കാരമോ ഒക്കെ ആകാം അതിന് കാരണം. പുതിയ സീസണിന് മുന്നോടിയായിട്ടും യുവതാരങ്ങളായ ഐമനും അസറും ക്ലബ്ബ് വിട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ മുമ്പും ഇതുപോലെ വലിയ പൊട്ടൻഷ്യലുള്ള താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. അവർക്ക് പകരക്കാരായി വന്നവരായിരുന്നു ഈ ഐമനും അസറും ഒക്കെ. ഇപ്പോൾ അവർ ക്ലബ്ബ് വിടുമ്പോഴും അവർക്ക് പകരം താരങ്ങളെയും അക്കാദമിയിൽ നിന്ന് കൊണ്ടുവരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പുതിയ സീസണ് മുന്നോടിയായിട്ട് അക്കാദമിയിൽ നിന്ന് 3 താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രമോഷൻ നൽകിയിട്ടുള്ളത്. സൂപ്പർ ലീഗ് കേരളയിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എബിൻ ദാസ്, സൂപ്പർ ലീഗ് കേരളയിലെ തന്നെ മികച്ച താരമായ ഫോർവേഡ് മുഹമ്മദ് അജിസൽ, ഒപ്പം സൂപ്പർ ലീഗ് കേരളയിൽ സിനിമാ താരം ബേസിൽ ജോസഫിന്റെ ഹാൻഡ്ഷേക്ക് യൂണിവേഴ്സിലെ വൈറൽ താരം ഡിഫൻഡർ ജഗന്നാഥ് ജയനുമാണ് സീനിയർ ടീമിലേക്ക് പ്രമോഷൻ നേടി എത്തിയിട്ടുള്ളത്. അജിസൽ സന്തോഷ് ട്രോഫി കമ്മിറ്റ്മെന്റിന് ശേഷവും എബിൻ ദാസും ജഗന്നാഥും RFDL സോണൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിന് ശേഷവും സീനിയർ ടീമിനൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത്.